നമ്മളിപ്പോൾ കാണുന്നത് രാജീവ് ഗാന്ധിയും മകനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുമാണ്. ഇന്ന് ഈ 2024 ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഇവർ രണ്ടുപേരും വാഴുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി മാത്രം ഒന്നിപ്പിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അത് പിരിച്ചുവിടാനിരുന്നതാണ്. പക്ഷേ ചില സമ്മർദ്ദങ്ങൾ കാരണം അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നിലകൊണ്ടു. ആ രാഷ്ട്രീയ പ്രസ്ഥാനം അനവധി വർഷം ഭാരതം ഭരിച്ചു. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇടതുപക്ഷ പ്രസ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ജനതാദളും മുസ്ലിം ലീഗും തുടങ്ങിയ എല്ലാ പ്രസ്ഥാനങ്ങളും ഇതിനുള്ളിൽ നിന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്ന സമയം വരെയും അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. കാലക്രമേണ അതൊരു കുടുംബ പാർട്ടിയായിട്ട് മാറി. അതായത് കുടുംബം എന്താണോ പറയുന്നത് അതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിൻപറ്റിയിരുന്നത്. ഒരു ഫാമിലി യോഗം പോലെയാണ് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം അവർ കൂടിക്കൊണ്ടിരിക്കുന്നത്. രാജീവ് ഗാന്ധി അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. സ്വയം പര്യാപ്തമായിട്ടുള്ള ഭാരതം സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല നീക്കങ്ങളും ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആളുകളായിട്ടുള്ള BJPക്കാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ അവർ പ്രത്യക്ഷമായും പരോക്ഷമായും അദ്ദേഹത്തിനെതിരെ ഒന്നും അവർ ചെയ്തിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് LTTക്കാർ രാജീവ് ഗാന്ധിയെ വധിക്കുന്നത്. അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് അത് വടക്കേന്ത്യയിലുള്ള ചില തീവ്ര വലതുപക്ഷ ലോബികളുടെ പങ്ക് അതിനുണ്ടായിരുന്നു. കാരണം ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ചു പോയിട്ടുള്ള ചില പ്രത്യേക സ്ഥലങ്ങളിൽ അതിനുള്ള സൂചന നൽകുന്നതാണ്. രാജീവ് ഗാന്ധിക്ക് ഉണ്ടായിരുന്ന അത്രയും കഴിവൊന്നും അദ്ദേഹത്തിൻ്റെ മകൻ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായില്ല. ഇപ്പോഴാണ് കുറേയൊക്കെ സംസാരിച്ചും സമ്പാദിച്ചും ഇന്ത്യ സഖ്യത്തിൻ്റെ തലപ്പത്ത് വരികയും ഇപ്പോൾ പാർലമെൻറ്റിലെ ഒരു അംഗമായിട്ട് മാറുകയും ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ സംസാരിക്കാൻ അദ്ദേഹം ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ രാജീവ് ഗാന്ധിയുടെ 7 അകലത്ത് ഇപ്പോഴും രാഹുൽ ഗാന്ധി വരില്ല. ഒരു രാഷ്ട്രീയ സ്പിരിറ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. രാജീവ് ഗാന്ധി അങ്ങനെ ആയിരുന്നില്ല. കർക്കശമായ നിലപാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ത്യ ഒരിക്കലും മറക്കാത്ത 2 വ്യക്തിത്വങ്ങളാണ് ഇവർ രണ്ടുപേരും.